അപ്പോൾ ചങ്ങന്മാരെ ഞാനേ കരുവാരക്കുണ്ട് നമ്മുടെ അൻഫൽ ബ്രോൻ്റെ സഫാരി കാറിലാട്ടല്ലേ. അപ്പോൾ ഇവിടെ ഞാനൊരു 800 കണ്ടു. കോടികൾ വില മതിക്കുന്ന 800, കോടികളല്ല ലക്ഷങ്ങൾ വില മതിക്കുന്ന 800 കേട്ടോ. അഥവാ ആൾട്രേഷൻ വർക്കിൻ്റെ എക്സ്ട്രീം ലെവല്. ഇവിടെ നോക്കേ 7 മോഡലാണെന്ന് തോന്നുന്നത്. ഇത് 2007 അല്ലേ? 9 ഒരു 2009 മോഡൽ മാരുതി 800 കേട്ടത്. ഇതിൻ്റെ പുറം ഞാൻ ഫുള്ളൊന്ന് കാണിച്ചു തരാം. ഫുൾ സെറ്റപ്പ് പറഞ്ഞാൽ ഫുൾ സെറ്റപ്പ്, ലക്ഷക്കണക്കിന് രൂപ മുറക്കിയിട്ട് ആൾട്രേഷൻ വർക്ക് ചെയ്താണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ സീറ്റുകളും ഉള്ളും പുറവും കംപ്ലീറ്റ് വേറെ ലെവൽ വണ്ടി. ഇന്നലെ അൻഫൽ ബ്രോ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു കമ്പനി, നമ്മളൊരു വണ്ടി നോക്കാനും കൂടെ വന്നതാണ് ഇവിടെ സഫാരി കാറിൽ. അപ്പോഴാണ് ഈ ഒരു മോഡലിനെ ഇവിടെ കണ്ടത്. ഫ്രണ്ടും ബാക്കും എല്ലാം സെറ്റപ്പ്. ഞാൻ പറഞ്ഞല്ലോ ഒരു മോഡിഫിക്കേഷൻ്റെ അങ്ങേ തല. അങ്ങോട്ട് നോക്കിയേ, ഹെഡ്ലൈറ്റ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹെഡ്ലൈറ്റൊക്കെ വേറെ ലെവലാണ്. അതേപോലെ തന്നെ ഗ്രില്ല്, അതേപോലെ തന്നെ ആ ഒരു മാരുതി 800 ബാഡ്ജിങ് അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ അടിയിൽ നോക്കി ആ സ്കേർട്ടിങ്ങൊക്കെ പക്കയായിട്ട് നല്ല സെറ്റപ്പിൽ. എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ട് ഈ ഒരു അലൈവിൽ കേട്ടോ. ഓക്കെ, അങ്ങേ തല ഫുള്ള് സെറ്റപ്പ്. അതേപോലെ തന്നെ സൈഡിലും ഫുൾ അടിപൊളിയായിട്ട് തന്നെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിൽ മാസ്മരിക്കൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത വിധത്തിൽ നമ്മൾ മാരുതി 800 എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, അതുക്കും ഒരുപാട് മേലെയാണ് ഈ വണ്ടി കേട്ടോ. ഡാഷ്ബോർഡും അതേപോലെ തന്നെ നമ്മളെ ഇതിലൊക്കെ വരുന്ന പോലത്തെ ഒരു RPM മീറ്റർ ഫുൾ സെറ്റപ്പ് എക്സ്ട്രാ തന്നെ വെച്ചിട്ടുണ്ട്. ക്യാമറ കണ്ടിട്ടോ കേട്ടോ, ബാക്ക് റിയർ ക്യാമറയൊക്കെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം അതേപോലെ തന്നെ ഒരുപാട് അഡീഷണൽ സ്വിച്ചസ്. പിന്നെ എന്താ പറയുക, ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത സംഭവം നമ്മളെന്ത് പവർ വിൻഡോ, ഉള്ളൊക്കെ വേറെ ലെവലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വലിയൊരു സർപ്രൈസ് ഇതിൽ വരാനുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഒരുപക്ഷെ ഇനി അൻഫൽ ബ്രോയുടെ വീഡിയോ കണ്ട ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കമൻറ്റ് ഇടും, എനിക്ക് ഉറപ്പ്. ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സെറ്റപ്പ് ഇടും. നമുക്ക് സീറ്റൊക്കെ വേറെ ലെവല്, ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ ചിലവാക്കിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത് സീറ്റിൻ്റെ ഈ ഒരു സെറ്റപ്പിന്. സീറ്റും എല്ലാം അതൊക്കെ ഒറ്റൊരു തീമാണ്. ഓക്കെ, ഒറ്റൊരു സിംഗിൾ കളറിലൊരു തീമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 4 ഡോറിൻ്റെയും പവർ വിൻഡോൻ്റെ സ്വിച്ചസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരുപാട് പഴയ സ്റ്റിയറിംഗ് വീലൊക്കെ മാറ്റിയിട്ട് പുതിയതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നോക്കിയേ മ്യൂസിക് സിസ്റ്റം ഫുൾ സെറ്റാണ്, വേറെ ലെവൽ. ഇനി ബാക്ക് സൈഡ് കണ്ടോ അതേ ആ ഒരു സെറ്റപ്പിൽ തന്നെ ബാക്കിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു താല്പര്യം, അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്താൽ കൊള്ളാമെന്ന് തോന്നി കേട്ടോ. റൂഫും കാര്യങ്ങളൊക്കെ. ഇനിയാണ് ഞാൻ പറഞ്ഞ സംഭവം. നോക്കി സൺറൂഫ് കേട്ടോ. കണ്ടോ, മാരുതി 800 സൺറൂഫ്. അപ്പോൾ വിളിച്ചില്ലേ, ഇത് ഫുള്ള് മറ്റുള്ള വണ്ടിയെ പോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാൻ പറ്റില്ല, കുറച്ച് തുറക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. തുറന്നിട്ട് ക്യാമറ അവിടെ ഓടിങ്ങോടെ ഇരിക്കുകയാണ്. ഒരു ലെവലായില്ല. അതേപോലെ തന്നെ അവിടെ ആ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് എന്തിൻ്റെയൊന്നുമില്ല, വർക്കിങ്ങും ആണ്. അതൊക്കെ കംപ്ലീറ്റ് വർക്കിംഗ് ആണ്. വേറെ ലെവൽ വണ്ടി. ലക്ഷക്കണക്കിന് രൂപ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾട്രേഷൻ ചെയ്ത വണ്ടിയാണ്, ലക്ഷക്കണക്കിന് രൂപ. സൺറൂഫ് ഇത്ര ഓപ്പൺ ആവുള്ളൂ കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു എയർ പാസേജ് ഉണ്ടാവും, പിന്നെ ഒരു ഭംഗിക്കാണല്ലോ. അല്ലാതെ ഗ്ലാസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ലൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് നീക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് നിൽക്കും സൺറൂഫ്. ഇപ്പം എന്തായാലും മാരുതി 800 സൺറൂഫ് സെറ്റ് ചെയ്യാമെന്ന് തെളിയിച്ച് തന്നവർ എന്തായാലും ചെയ്ത ആളുകൾ കണ്ടോ, ഇങ്ങനെ നിൽക്കും. ഈ ഒരു ചെറിയ ഗ്യാപ്പുണ്ട് അടിയിൽ, ആ ഒരു ഇതുണ്ടോ, അത്ര നിൽക്കുള്ളൂ. എന്തായാലും കൊള്ളാം. പക്ഷെ ഇതിൻ്റെ ഉള്ളാണ് എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ട്. വീണ്ടും ഞാൻ പറഞ്ഞു നോക്കി, ആ ഒരു കളർ തീമും മൊത്തത്തിലുള്ളൊരു ഓവർ സെറ്റപ്പ് കാണാൻ നല്ല ഭംഗി ഉള്ളാണ്. വേറെ ലെവല്, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും വണ്ടി വേണം അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ താഴത്തുണ്ട് കേട്ടോ. നമ്മളെ സഫാരിക്കാരൻ്റെ നമ്പർ ഞാൻ താഴത്ത് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഇത് പ്രൊമോഷനായിട്ട് നിങ്ങൾ കൂട്ടണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വണ്ടി നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ഒരു വണ്ടി ഇവിടെ കണ്ടത്. ഓക്കെ, ലക്ഷങ്ങൾ വില മതിക്കുന്ന ഒരു മാരുതി 800. എൻജിൻ റൂം കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇതിൽ വേറൊരു സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ മാരുതി 800 അവിടെ നിന്നൊരു വണ്ടി എടുത്ത് കണ്ടത് ഈ ഒരു ഇവിടെ കുത്തി വെച്ച് കാണുന്ന നാട്ടിലല്ലേ. ഇത് അതിന് വരെ ഹൈഡ്രോളിക് സെറ്റപ്പാണ്. വണ്ടി മൊത്തത്തിൽ മോഡേണാണ്, വേറെ ലെവൽ വണ്ടി. ഇത് മൊത്തത്തിലൊരു എന്താ പറയുക, മൊത്തത്തിലൊരു വ്യൂ ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് ടോട്ടൽ. പിന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതെങ്ങനെ കാണും ഉണ്ടോ? ഏകദേശം ലക്ഷങ്ങൾ ഞാൻ 2-3 വട്ടമായി പറയണു. ഏകദേശം 3 ലക്ഷം ആണ് ഇതിൻ്റെ റേറ്റ്. 3 ലക്ഷം താഴെ നിന്ന് വണ്ടിയുടെ റേറ്റ് ഇവർ പറയണത്. ഞാൻ പറഞ്ഞല്ലോ വണ്ടിക്ക് മോഹവില കേട്ടോ, അല്ലാതെ മോഡൽ റേറ്റോ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ റേറ്റോ ഒന്നുമല്ല. പിന്നെ താല്പര്യക്കാർക്ക് മോഹവിലയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. വണ്ടി ഭ്രാന്തന്മാരുണ്ടാവും പോലെ കുറേ. പക്ഷേ ഇതിങ്ങനെ എവിടെയെങ്കിലും അങ്ങനെ കൊണ്ടുപോയി നിർത്തിയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും 4 ആളൊന്ന് നോക്കും, അതിൽ യാതൊരു സംശയമില്ല. ബാക്ക് കണ്ടോ? ഓക്കെ, സെറ്റപ്പ് ഫുള്ള് LED കേട്ടോ. സെറ്റപ്പ് 2 സൈഡും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നോക്കി ബാക്ക് ബമ്പറിൻ്റെ ആ ഒരു അടിയിക്ക് വെച്ചുള്ള സ്കേർട്ടിങ് കണ്ടോ? ഓൾ ഓവർ ഒരു നല്ലൊരു കുട്ടപ്പൻ. ഇതുകൊണ്ട് ഇങ്ങനെ റോഡ് കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ 4 ആൾ എന്തായാലും നോക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ വില മോഹവിലയാണ് എന്നുള്ളത്. ഇതിൻ്റെ മോഡൽ റേറ്റ് അല്ല. ഓക്കെ, അലോയ് വീല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഘടകം ഉള്ളും അതേപോലെ തന്നെ അലോയാണ് കേട്ടോ. പഴയ കാലത്തെ റോട്ടിലെ പുലിയായിരുന്നു, നമുക്കറിയാലോ. നമ്മൾ കാറൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിലൊക്കെ കണ്ടിരുന്നതാണ് 800 മാരുതി 800. അതിൻ്റെ വേറൊരു ലെവലിലേക്കാണ് മാറിയിരിക്കണം ആൾട്രേഷൻ ചെയ്തിട്ടേ. ഉണ്ടോ? സൺറൂഫിൻ്റെ സെറ്റപ്പാണ്. എത്രയോ 2-3 ലക്ഷത്തിൽ താഴെയായിട്ട് ഇതിൻ്റെ വില പറയണത്. അതിപ്പോൾ മോഹവിലയാണ്, അതായത് വണ്ടിയുടെ വില ഒന്നുമല്ല. വണ്ടിക്ക് എന്തായാലും ഈ ഒരു മോഡലിൻ്റെ വില എന്തായാലും 1 ലക്ഷത്തിൽ താഴെ വരുള്ളൂ. ഒരു 80,000, 70,000, 90,000 ഒക്കെ വരും. വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് വരും. പക്ഷേ ഇത് മോഹവിലയാണ്.